ഡോക്ടർ, ഇപ്പോൾ ആർക്കൊക്കെയാണ് പാലിയേറ്റീവ് ചികിത്സ നൽകുന്നത്? ഇന്ന് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ആർക്കൊക്കെയാണ് ചികിത്സ? WHO ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് ലൈഫ് ത്രെറ്റനിങ് ഡിസീസുള്ള ആർക്കും, അത് ദീർഘകാല അസുഖങ്ങളുള്ള, ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത അസുഖങ്ങളുള്ള എല്ലാ വ്യക്തികൾക്കും നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ പറ്റുന്നതാണ്. പാലിയേറ്റീവ് കെയർ ആസ് എ സ്പെഷ്യാലിറ്റി. പലപ്പോഴും നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ക്യാൻസർ രോഗികളുടെ അങ്ങേയറ്റത്തെ സ്റ്റേജിലെത്തുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ ക്യാൻസർ രോഗികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ സ്ട്രോക്ക് വന്ന ആൾക്കാരുണ്ട്, കിഡ്നിക്ക് അസുഖം ബാധിച്ചവരുണ്ട്, തിരിച്ചു വരാൻ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള രോഗികൾ, സ്ട്രോക്ക് വന്നവരുണ്ട്, കിഡ്നിക്ക് അസുഖം വന്നവരുണ്ട്, കാർഡിയാക് ഡിസീസസ് വന്നവരുണ്ട്, ഡിമെൻഷ്യ ഇപ്പോൾ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ്, പാർക്കിൻസോൺസും ഡിമെൻഷ്യ, അങ്ങനെയുള്ള ഈവൻ HIV പേഷ്യൻസ് വരെ, അങ്ങനെ ഒരുപാട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് വരുന്ന, ലൈഫിലേക്ക് പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾക്ക് ചെയ്യുന്നത് എന്താ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അയാളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ എപ്പോഴാണ് കൊടുക്കേണ്ടത്, അത് നമ്മൾ കൊടുക്കേണ്ടത് ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത അവസ്ഥയിലെത്തി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. നമ്മളിപ്പോൾ എക്സാമ്പിൾ ക്യാൻസറിൻ്റെ എക്സാമ്പിളാണെങ്കിൽ, ക്യാൻസർ കണ്ടുപിടിച്ചു, ആ കണ്ടുപിടിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് പാലിയേറ്റീവ് കെയർ തുടങ്ങാം. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഭയങ്കരമായ വേദന കാണണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കൗൺസിലിംഗ് കൊടുക്കാം, അദ്ദേഹത്തിന് പാലിയേറ്റീവ് കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അദ്ദേഹത്തിന് അതിനോടൊപ്പം തന്നെ സാന്ത്വന ചികിത്സ കൊടുത്തു തുടങ്ങാം. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഒരവസ്ഥ എത്തുമ്പോൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ കോൺട്രിബ്യൂഷൻ വരികയും ചെയ്യും. അത് പണ്ടത്തെ പോലെയല്ല. പാലിയേറ്റീവ് കെയർ പണ്ട് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് തിരിച്ചു വരാനാവാത്ത അവസ്ഥ വന്നു, ചികിത്സിച്ച് ഭേദമാക്കാനാവസ്ഥ വന്നു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് പാലിയേറ്റീവ് കൊടുക്കുന്നത് എന്നൊരു മിസ്കൺസെപ്ഷൻ, തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. അങ്ങനെയല്ല. പാലിയേറ്റീവ് കെയർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കാം. സാന്ത്വനം ആർക്കും എപ്പോഴും കൊടുക്കാം. അതൊരു ഡോക്ടർ തന്നെ ആവണമെന്നുമില്ല.